ഇന്ന് പറയാനായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ ഇന്ന് ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയണത്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ വൈകിട്ട് ട്യൂഷൻ എടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ വെച്ചെടുക്കും, അല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇവിടെ വെച്ചെടുക്കും. കാരണം TV ഒക്കെ വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ആളുകളുടെ ബഹളമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇവിടെ നിന്ന് ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചെടുത്തേ. അപ്പോൾ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ കൊച്ചൻ്റെ വൈഫും കുഞ്ഞും ആ പെങ്കൊച്ചിൻ്റെ അമ്മയും കൂടി ഇവിടെ വന്നു. അപ്പം ഇവിടുത്തെ അച്ഛനാണെങ്കിൽ ഈ തെങ്ങിൻ്റെയൊക്കെ മരുന്ന് ഒക്കെ ചെയ്ത് കൊടുക്കും. അതിൻ്റെ എന്തൊക്കെയോ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ആളിനെ കൊണ്ട് ചെന്നിട്ട് അത് എല്ലാം ശരിയാക്കിയിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ വന്നിട്ട് ചോദിച്ചു, അച്ഛനെ തിരക്കി. അപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കടയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരുടെ ശബ്ദം, ട്യൂഷൻ്റെ കാര്യം, അത് എനിക്ക് ഇങ്ങോട്ട് വിടണമെന്നുണ്ടായി. ഞാനപ്പം വേറെ ചേച്ചിയെടുത്ത് പറഞ്ഞു, അതായത് ഇപ്പം എന്നെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയുണ്ട്. ആ കുട്ടിയുടെ അമ്മയോട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചോദിക്കുക എന്ന്. അപ്പം ആ ചേച്ചി പറഞ്ഞ് എല്ലാവർക്കും എടുക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ്, എടുക്കാഴുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ടൈം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ചെയ്യാൻ വരുന്ന വ്യാഴവും ശനിയും ഞായറും പിന്നെ സ്കൂളിൽ അവധി വരുന്ന സമയത്തും ഞാൻ എടുക്കും. ആ ഒരു ഇതിലാണ് പോകുന്നത്. ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ അവർക്ക് ഞാൻ 2 പേർക്കായാലും ക്ലാസ് എടുക്കുന്നത് തന്നെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ഹസ്ബൻഡിന് അത് കൊച്ചു UKGയിലാണ് പഠിക്കുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ കുട്ടി, അപ്പോൾ ഇപ്പോഴേ ഒന്നും ട്യൂഷനൊന്നും വിടണ്ട എന്നുള്ളത്. ഞാൻ പറഞ്ഞു ശരിയാണ്, കൊച്ചു കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും ട്യൂഷൻ വിടാം. LKG UKG എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ 1ാം ക്ലാസ് ഓക്കെ തുടർന്നും പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമ്മൾ ആദ്യത്തെ ആ ഒരു അടിത്തറയെന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. അപ്പം നമ്മൾ 3 ലാംഗ്വേജാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്, 3 ഭാഷകൾ: ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അക്ഷരങ്ങൾ ശരിയായിട്ട് എഴുതാൻ അറിയാമെങ്കിൽ, വായിക്കാൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല, എളുപ്പമായിട്ട് പിന്നെ അങ്ങോട്ട് പഠിച്ചു പോകും. മാത്സിൻ്റെ ആണെങ്കിൽ ടേബിൾ. അപ്പോൾ ഇതൊക്കെ പഠിക്കാതെ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച്, കുഴപ്പമില്ല, അത് ഇപ്പോൾ UKGയില്ല, അടുത്ത വർഷം 1-ലല്ലേ ആകത്തുള്ളൂ, അപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. മാനസ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഈ വെക്കേഷൻ ടൈം ഇടും. ഞാൻ പറഞ്ഞു ശരി, എടുക്കാം. ഇപ്പം നമുക്ക് അവരുടെ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതിൽ. ആ ബെല്ലടിച്ച് പൊട്ടിക്കുമെന്നും തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ തിരക്കി വന്നു. പിന്നെ അച്ഛൻ രാത്രി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛൻ അവരിങ്ങനെ വന്നായിരുന്നു, ഒരു 3 പേരൂടെ വന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നേരത്തെ ഞാൻ നോക്കുമായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെന്ന് നോക്കുമായിരുന്നു. പക്ഷേ പിന്നീട് അവർ ദൂരെയൊക്കെ ഉള്ള ആൾക്കാരെ വിളിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടി പൈസ അവർ വാങ്ങിക്കും. അങ്ങനെ നോക്കണം. പക്ഷേ ഇപ്പോൾ ആരൊക്കെ ചെയ്തിട്ട് അത് ശരിയാവുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം കാണാൻ പറ്റും തെങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും എന്നെ വിളിക്കുന്നത്, ശരിയാവാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ അതങ്ങനെയാണ് ചിലത്. കാരണം നമ്മൾ വില കുറച്ച് അല്ലെങ്കിൽ പൈസ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ചിലർക്കത് ഉൾക്കൊള്ളത്തില്ല. കാശ് കൂടുതൽ മേടിക്കുന്നവർക്കാണ് ചില സമയത്ത് ഡിമാൻഡ്. പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ എവിടെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞാലും നമ്മുടെ അടുത്ത് വന്ന് ലാസ്റ്റ് ചെയ്യും. അതൊരു സത്യമാണ്. ചിലർക്ക് പിന്നെ അങ്ങനെയൊക്കെയാണ്, മുറ്റത്തെ മുല്ലയ്ക്ക് ഇല്ലെന്ന് പറയുന്ന കേട്ടില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ നടക്കും. പക്ഷേ ആ മുറ്റത്തെ മുല്ലയുടെ മണം മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി താമസം വരും. ചിലർക്കറിയാം എവിടെ നിന്നാലും പൂവിന് മണമുണ്ട് എന്നുള്ളത്. ഞാൻ അച്ഛനോട് അതിങ്ങനെ സംസാരിക്കണം. അച്ഛന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അച്ഛൻ ചെയ്ത് കൊടുക്ക് എന്ന് പറഞ്ഞു. നോക്കട്ടെ, നാളെ ആട്ടെ, ആരെങ്കിലും വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ 3 പേര് കുഞ്ഞൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ. നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും, കണ്ട ഞാനുണ്ടായിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല,
ഇന്ന ആളോടെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അങ്ങനെ പറയിപ്പിച്ചു എന്നൊക്കെ. പക്ഷെ അപ്പോൾ നമുക്ക് വേറെ തോന്നുന്നുണ്ട്, നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ തേടി വരും, ഇല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. നമുക്കൊന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് അതിലും വലുത് നമുക്ക് ഈശ്വരൻ തരും. അതൊരു 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, നമ്മളോർക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെയിട്ട് പരീക്ഷിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ മറ്റെന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ലത് കരുതി വെച്ചിട്ടുണ്ടാവാം. ഒന്ന് സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് മാത്രം വിചാരിക്കുക. അപ്പം നിങ്ങൾ ഓരോന്നും ചിന്തിക്കും, അസുഖം വരുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അസുഖമൊക്കെ വരാൻ ഓരോരോ കാരണങ്ങളുണ്ട്. വെറുതെ വന്ന് ചേരുന്നവയല്ലല്ലോ അസുഖങ്ങൾ. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളിലൊക്കെ പെടാതെ നിൽക്കുക. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ, അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കണം. ഒളിച്ചോടാൻ ശ്രമിച്ച് അല്ല ആത്മഹത്യ ചെയ്താലും ചാകാൻ സമയമായില്ലെങ്കിൽ ചാകില്ല, പിന്നെയും കിടക്കും, ആ ദുരിതവും കൂടെ പേറി, അല്ലേ? അപ്പം നല്ല രീതിയിലൊക്കെ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഓക്കെ.